സുക്കൂർ, ഇവിടെ കരുവന്നൂർ കേസ് തൃശൂർ CPM-നെ സംസ്ഥാന നേതൃത്വത്തെ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയാക്കിയതാണോ? അതിൽ ED അന്വേഷണം അടക്കം നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ അതിന് പിന്നാലെ ഇപ്പോൾ കണ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് സാമ്പത്തിക ആരോപണങ്ങൾ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി തന്നെ ഉന്നയിച്ചിട്ടുള്ളത്. അതിനിപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ എത്രയധികം ചർച്ചയാകാൻ പോകുന്നു? CPM-നെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കുന്നതായിരിക്കും? CPM സംഘടനാപരമായി വളരെ ശക്തിയുള്ള ഒരു ജില്ലയാണ് തൃശൂർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. ആ അർത്ഥത്തിൽ വലിയ ഒരു വെല്ലുവിളി, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ നേട്ടം നിലനിർത്തുക എന്നുള്ളത് തന്നെ CPM-ന് മുന്നിൽ വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോഴാണ് തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിക്കുന്നതും ഒപ്പം തന്നെ കരുവന്നൂർ അടക്കമുള്ള ചില തട്ടിപ്പ് കേസുകളിലും മറ്റും CPM നേതാക്കൾ പ്രതിക്കൂട്ടിലാകുന്നതും ഇതുമായി ബന്ധപ്പെട്ട ED കേസിൽ CPM-ന്റെ സംഘടനാ സംവിധാനത്തെ തന്നെ എന്ന് ലക്ഷ്യമിട്ട് തന്നെ ED നീങ്ങി എന്നൊരു വിമർശനം CPM-നുണ്ട്. CPM-ന്റെ വലിയൊരു തുക തന്നെ ED മരവിപ്പിക്കുകയും അവരുടെ സംഘടന ഫണ്ട് തന്നെ മരവിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിറകെയാണ് പാർട്ടി നേതാക്കളുടെ അധാർമികമായ ബന്ധങ്ങളും അതുപോലെ തന്നെ അവിഹിതമായ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഒരു ആരോപണം ഡിവൈഎഫ്ഐയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പറയുന്നത്, അതിന്റെ ഒരു ഓഡിയോ ജനങ്ങളിലേക്ക് എത്തുന്നത് CPM-നെ സംബന്ധിച്ച് വളരെ വലിയ ഒരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ വിഭാഗീയതയായിരുന്നു തൃശ്ശൂരിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇ പി ജയരാജൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന ഒരു കാലം കൂടി തൃശ്ശൂരിലുണ്ടായിരുന്നു. അതിനെല്ലാം പിറകെ പാർട്ടി ശക്തമായി വന്ന ഒരു ഘട്ടത്തിന് ശേഷമാണ് ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പുകളും അതുപോലെ തന്നെ സാമ്പത്തിക ക്രമക്കേടുകളും സാമ്പത്തിക അഴിമതികളുമെല്ലാം പാർട്ടി നേതാക്കൾക്കെതിരെ തന്നെ ഉയരുന്നത്. അത് നേരത്തെ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അഴിമതികൾക്ക് ശേഷം ഇപ്പോൾ വ്യക്തികൾ അവിഹിതമായി പണം ഉണ്ടാക്കി എന്നൊരു ആരോപണമാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ ശബ്ദരേഖയിലുള്ളത്. കണ്ണനും അതുപോലെ തന്നെ AC മൊയ്തീനുമെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതിൽ ഉന്നയിക്കപ്പെടുന്നത്. അദ്ദേഹം ജില്ലയിലെ പ്രധാനപ്പെട്ട മുതലാളിമാരുമായി അവിഹിതമായ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നു, സാമ്പത്തിക ഡീലുകൾ നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഉള്ളത്. ഇതെല്ലാം തന്നെ ജില്ലയിലെ പ്രവർത്തകരെ വലിയ തോതിൽ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. നേതാക്കൾ മറുപടി പറയേണ്ടി വരും. കാരണം തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതാക്കൾക്കുള്ള ബന്ധം നേരത്തെ തന്നെ വലിയ വിവാദമായിരുന്നു. തൃശ്ശൂരിലെ തന്നെ ഒരു നേതാവിനെതിരെ അയാൾ ഉണ്ടാക്കിയ അവിഹിത സ്വത്ത് സമ്പാദനത്തെ കുറിച്ച് ഒരു അന്വേഷണം പാർട്ടി നടത്തിയതാണ്. അന്ന് ആ നേതാവ് പറഞ്ഞത് താങ്കൾക്ക് ഇത്രത്തോളം സ്വത്ത് എങ്ങനെയാണ് കിട്ടിയത് എന്ന അവരുടെ പാർട്ടി കമ്മീഷൻ ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ മറുപടി തന്റെ അച്ഛന് തന്റെ അച്ഛന് ഒരു നിധി കിട്ടിയതാണ്, ആ നിധി തനിക്ക് കൈമാറിയതാണ്, അതുകൊണ്ടാണ് തനിക്ക് ഇത്രമാത്രം സ്വത്തുണ്ടായത് എന്ന് തുടങ്ങിയ വിചിത്രമായ ചർച്ചകളും മൊഴികളും എല്ലാം നടന്ന ഒരു ജില്ല കൂടിയാണ് തൃശൂർ. അതിനെ ഒരു കേസിന് പിന്നാലെ വീണ്ടും സാമ്പത്തിക ആരോപണം തൃശൂരിലെ CPM-നകത്ത് സജീവ ചർച്ചയാവുകയാണ്. പാർട്ടിക്ക് വലിയ വെല്ലുവിളിയാവുകയാണ്. CPM നേതാക്കൾക്കെതിരെയാണ് സാമ്പത്തിക ആരോപണവുമായി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്തെത്തിയിട്ടുള്ളത്. കപ്പലണ്ടി വിറ്റ് നടന്ന കണ്ണൻ എങ്ങനെയാണ് കോടിപതിയായത്? AC മൊയ്തീന്റെ ഡീലിംഗ്സ് ടോപ്പ് ക്ലാസ്സിലുള്ളവരുമായിട്ടാണ് എന്നാണ് ആ സ്വകാര്യ സംഭാഷണത്തിലുള്ളത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ആ സംഭാഷണ ശകലത്തിലേക്ക്. അല്ല കേക്കാറിന് അങ്ങനത്തെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ അവരവരുടെ കാര്യം നോക്കും. ഇവരൊക്കെ നല്ല പിടിക്കും. ഇവരൊക്കെ ഇവരൊക്കെ കണ്ണാട്ടം ഓടാനോടി വെക്കും. പൊളിറ്റിക്സും ഇവരൊക്കെ പോട്ടാണ്. കപ്പലണ്ടിയാണ് കപ്പലണ്ടി ഏറ്റവും തൃശ്ശൂരാണ്. ആളാണ് കാണുന്ന അയാൾക്ക് ചുരുങ്ങിയത് കോടാനോടി വെച്ചു. അവർക്ക് അത്ര വലിയ വലിയ ഡീലേഴ്സും നിസ്സാര ആൾക്കാരാണ്. പറഞ്ഞാൽ ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ വരില്ല. AC കണ്ടം